ഹലോ, നല്ല നമസ്കാരം. അവസാനം മമ്മൂട്ടി എന്ന മഹാനടന് പത്മവിഭൂഷൺ കിട്ടി. ഒരുപക്ഷേ മമ്മൂട്ടിയുടെ പത്മപുരസ്കാരങ്ങൾ രാഷ്ട്രീയപരമായിട്ടുള്ള ആ ഒരു പോരാട്ടം മലയാള സിനിമയുടെ സ്വകാര്യ അഹങ്കാരമായ മമ്മൂട്ടിക്ക് 98-ൽ പത്മശ്രീ ലഭിച്ചതിന് ശേഷം പത്മഭൂഷൺ എന്ന അടുത്ത അംഗീകാരത്തിലേക്ക് എത്താൻ നീണ്ട 28 വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇന്ത്യൻ സിനിമയിൽ മറ്റൊരു നടനും അവകാശപ്പെടാനില്ലാത്ത വൈവിധ്യമാർന്ന കഥാപാത്രങ്ങൾ ചെയ്തിട്ടും മമ്മൂട്ടി ഈ അംഗീകാരം ലഭിക്കാത്തത് കേവലം ഒരു അവാർഡ് വൈകൽ മാത്രമല്ല, മറിച്ച് ഇന്ത്യൻ പുരസ്കാര നിർണയ രംഗത്തെ രാഷ്ട്രീയവും പ്രാദേശികവുമായിട്ടുള്ള ചലനങ്ങളുടെ പ്രതിഫലനം കൂടിയാണ്. ഒരുപക്ഷേ 28 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഈ ഒരു അംഗീകാര ലഭ്യതയ്ക്കുള്ള തടസ്സങ്ങൾ പലതാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ എന്ന തടസ്സം. മമ്മൂട്ടി ഒരു ഇടതുപക്ഷ സഹയാത്രികനാണെന്ന് എല്ലാവർക്കും പൊതുധാരണ ഉണ്ട്. കേന്ദ്ര ഭരണകൂടം അദ്ദേഹത്തെ തടയാൻ കാരണം പല കാരണങ്ങളുമുണ്ട്. ഒരുപക്ഷേ DYFIയുടെ വേദികളിലെ സാന്നിധ്യമാകാം, അല്ലെങ്കിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്കുള്ള അദ്ദേഹം പ്രചരണം നടത്തിയിട്ടുള്ള കാരണമായിരിക്കാം. അപ്പോൾ ഇതൊക്കെ ഒരു കാരണമാണ്. അദ്ദേഹത്തിൻ്റെ കുതിപ്പിൽ 74 തികഞ്ഞു നിൽക്കുന്ന അദ്ദേഹം കാതലൻ, ഭ്രമയുഗം, നൻപോട് നേരത്ത് മയക്കം തുടങ്ങിയ ചിത്രങ്ങളിലൂടെ മമ്മൂട്ടി നടത്തിയ പരീക്ഷണങ്ങൾ കേന്ദ്ര ജൂറിയെ ഒരുപക്ഷെ അമ്പരപ്പിച്ചിട്ടുണ്ടാവും. ഈ യൂത്ത് ഐക്കൺ ഇമേജും അഭിനയത്തിലെ പുതിയ മാനങ്ങളാണ് 2026-ൽ പുരസ്കാരം അദ്ദേഹത്തിലേക്ക് എത്തിക്കാൻ കാരണമായിട്ടുള്ളത്. ഒരുപക്ഷേ പ്രാദേശിക രാഷ്ട്രീയത്തിൻ്റെ സ്വാധീനം, തമിഴ്നാട്ടിലെയും ആന്ധ്രയിലെയും താരങ്ങൾക്ക് ലഭിക്കുന്ന പരിഗണന പോലും കേരളത്തിലെ താരങ്ങൾക്ക് ലഭിക്കാത്തത് ഒരുപക്ഷേ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് എന്ന് തന്നെ വിലയിരുത്തപ്പെടണം. ഒരുപക്ഷേ ആന്ധ്രയിലെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് നമ്മുടെ ചിരഞ്ജീവിക്ക് പത്മവിഭൂഷൺ നൽകിയിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു സാധനം നമ്മുടെ തമിഴ്നാട്ടിൽ നമ്മുടെ രജനീകാന്തിന് നൽകിയത്. ഒരു കാലഘട്ടത്തിൽ ജയലളിതയ്ക്കെതിരെ ശബ്ദമുയർത്തിയത് കൊണ്ടാണ് അന്നും അദ്ദേഹത്തിന് പത്മവിഭൂഷൺ നൽകിയത്. ഒരുപക്ഷേ അവാർഡ് നിർണയത്തിലെ സുതാര്യത കുറവ്, അവാർഡ് നിർണയത്തിലെ അർഹരായ പലരും അവഗണിക്കപ്പെടുമ്പോൾ രാഷ്ട്രീയ ചായ്വുള്ളവർ പുരസ്കാര പട്ടികയിൽ ഇടം പിടിക്കുന്നതും ഒരു വലിയ അത്ഭുതത്തോടെയാണ് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത്. മമ്മൂട്ടി പണ്ട് പത്മവിഭൂഷണിന് അർഹനായിരുന്നു. ആ ഒരു പൊതുവികാരത്തെ ഒരുപക്ഷെ കേന്ദ്ര ഗവൺമെൻറ്റുകൾ കാണാതെ പോയി എന്നുള്ളതാണ്. രാഷ്ട്രീയ ചായ്വുകൾ പത്മപുരസ്കാരങ്ങൾ പലപ്പോഴും ഭരണകൂടത്തോടുള്ള ആഭിമുഖ്യം കൂടി പരിഗണിച്ചിട്ടാണ് നൽകപ്പെടുന്നത്. മമ്മൂട്ടി തൻ്റെ രാഷ്ട്രീയ നിലപാടുകളിൽ വിട്ടുവീഴ്ച ചെയ്യാത്തതും കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ അജണ്ടകളുമായി ചേർന്ന് നിൽക്കാത്തതും അദ്ദേഹത്തിൻ്റെ പലപ്പോഴും പട്ടികയിൽ നിന്നും ഒഴിവാക്കാൻ കാരണമായിട്ടുണ്ട്. നമ്മൾ വിശാലമായിട്ടൊന്ന് ചർച്ച ചെയ്യുമ്പോൾ മലയാള സിനിമയോടുള്ള അവഗണന ദേശീയ അവാർഡുകളിലും പത്മപുരസ്കാരങ്ങളിലും സൗത്ത് ഇന്ത്യൻ സിനിമകളിൽ തമിഴ്, തെലുങ്ക് ഭാഷകൾക്ക് ലഭിക്കുന്ന പ്രാധാന്യം മലയാളത്തിന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. BJP കേരളത്തിൽ വലിയ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ മമ്മൂട്ടിക്ക് അവാർഡ് നൽകുന്നത് കൊണ്ട് സാധിക്കുന്നില്ല എന്നതും ഒരു ഘടകമായിരിക്കാം. ഒരുപക്ഷേ നമ്മുടെ ഈ ലോബികളുടെ അല്ലെങ്കിൽ ഡൽഹി കേന്ദ്രീകരിച്ചിട്ടുള്ള രാഷ്ട്രീയ ലോബികൾക്ക് മമ്മൂട്ടി നിന്നു കൊടുക്കാറില്ല. തൻ്റെ കഠിനാധ്വാനത്തിലൂടെയും അഭിനയ മികവിലൂടെയും മാത്രം അംഗീകാരങ്ങൾ നേടുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു രീതി. 98-ന് ശേഷം വന്ന പല സർക്കാരുകളും അദ്ദേഹത്തെ പരിഗണിക്കാതിരുന്നത് ഈ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള അകലം കൊണ്ടായിരിക്കാം. പുതിയ മാറ്റങ്ങൾ, തടസ്സങ്ങൾ നീക്കി എത്ര അവഗണിച്ചാലും തള്ളിക്കളയാൻ കഴിയാത്ത വിധം മമ്മൂട്ടി തൻ്റെ അഭിനയത്തെ തേച്ചുമിനുക്കി 2020-ന് ശേഷം മമ്മൂട്ടി കമ്പനിയിലൂടെ അദ്ദേഹം കൊണ്ടുവന്ന വിപ്ലവകരമായ മാറ്റങ്ങൾ ആഗോളതലത്തിൽ മലയാള സിനിമയ്ക്കുണ്ടായിട്ടുള്ള സ്വീകാര്യതയും കേന്ദ്ര സർക്കാരിനെ മമ്മൂട്ടി എന്ന പേര് ഗൗരവമായി പരിഗണിക്കുവാൻ നിർബന്ധിതമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് സംഭവം. കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടിക്ക് പത്മഭൂഷൺ
ലഭിക്കുവാൻ 22 വർഷം എടുത്തു എന്നത് ഇന്ത്യൻ പുരസ്കാര വിതരണത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലുകളുടെ തെളിവാണ്. എങ്കിലും ഈ വൈകിയ വേളയിലും ലഭിച്ച അംഗീകാരം അദ്ദേഹത്തിൻ്റെ അഭിനയത്തോടുള്ള ആർത്തിക്കും സമർപ്പണത്തിനും മുന്നിൽ രാജ്യം തലകുനിക്കുന്നു എന്നതിൻ്റെ അടയാളം കൂടിയാണ് ഈ പുരസ്കാരങ്ങൾ. മറിച്ച് തനിക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ ഇതും കലയോടുള്ള അദ്ദേഹത്തോടുള്ള ഒരു ആർത്തിയും മമ്മൂട്ടി ഇന്നും മലയാളികളുടെ മനസ്സിൽ മെഗാസ്റ്റാറായി തുടരുന്നതും പ്രതീക്ഷകൾക്ക് വക നൽകുന്നുണ്ട്. ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് പോലുള്ള വലിയ പ്രതീക്ഷകളുമായിട്ടാണ് മമ്മൂട്ടി എന്ന് പറയുന്ന നടനെ മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ രാഷ്ട്രീയ ചായ്വുകൾക്ക് അപ്പുറം മമ്മൂട്ടി എന്ന് പറയുന്ന നടനെ അംഗീകരിച്ചാൽ ഒരുപക്ഷെ ദേശീയ അവാർഡുകളിൽ ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും നമ്പർ 1 മാറേണ്ട ഒരു മനുഷ്യനാണ്. ഒരുപക്ഷെ 3 അവാർഡുകളിൽ തമിഴ്നാട്ടിൽ നിന്നും വന്നിട്ടുള്ള ഒരു തമിഴ് സിനിമയ്ക്ക് ദേശീയ അവാർഡ് 2020 കൊടുക്കാതെ പോയത് നമ്മുടെ എല്ലാവരും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു 28 വർഷത്തിനിടയിൽ BJP മാത്രമല്ല കോൺഗ്രസും അദ്ദേഹത്തെ പരിഗണിക്കാതെ പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അവാർഡ് ദേശീയ അവാർഡ് ഗണത്തിൽ പോലും അല്ലെങ്കിൽ പത്മവിഭൂഷൺ പോലുള്ള ഇതിൽ പോലും അദ്ദേഹത്തെ പരിഗണിക്കാതെ പോയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ഇത് പച്ചയായ യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ട് മലയാളിയുടെ മനസ്സിൽ എപ്പോഴും മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒരു ഇടമുണ്ട്. സിനിമയെ സ്നേഹിക്കുന്നവർക്ക് ഒരു ഇടമുണ്ട്. ആ ഇടം ഇപ്പോൾ കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരോ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാർ മാറ്റി വച്ചാലും മലയാളികളുടെ ഇടയിൽ ഈ മഹാനടന്മാർക്ക് ഒരു സ്ഥാനം ഉണ്ട്. ആ സ്ഥാനം എപ്പോഴും ആ ഒരു തട്ട് എപ്പോഴും താഴ്ന്നു തന്നെ നിൽക്കും. ആ മഹാനടന് ഇനിയും ലഭിക്കട്ടെ, ഒരുപാട് അവാർഡുകൾ ലഭിക്കുവാൻ ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. നന്ദി.